ഇതിന് ശരിക്കും പേര് ബെൽ പെപ്പർ എന്നാണ്. റെഡ്, യെല്ലോ, വയലറ്റ്. നമ്മുടെ എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ആലോചിച്ച എൻ്റെ ഭാര്യ തന്നെയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട്സ്, അടുത്തൊരു നമ്മളൊരു സിമ്പിൾ ആൻഡ് ഹംപിൾ ആയിട്ടുള്ളൊരു ഡിഷ് യൂസിങ് ക്യാപ്സിക്കം. ആക്ച്വലി നമ്മളെല്ലാവരും ഇതിനെ ക്യാപ്സിക്കം എന്ന് പറയും, ബട്ട് ആക്ച്വലി ദിസ് ഈസ് നോട്ട് ക്യാപ്സിക്കം. ദ നെയിം ഓഫ് ദ പ്ലാന്റ് ഈസ് ക്യാപ്സിക്കം. ഇതിന് ശരിക്കും പേര് ബെൽ പെപ്പർ എന്നാണ്. പക്ഷെ വി യൂസ് ടു സേ ക്യാപ്സിക്കം. ആൽബം പേര് ക്യാപ്സി എന്ന് പറയും. ഓക്കെ, സോ ഒരു ഹംപിൾ ആൻഡ് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്യാപ്സിക്കം ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് യൂസിങ് കേർഡ് ആൻഡ് ക്യാപ്സിക്കം. ഇറ്റ്സ് വെരി ഈസി, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തിൻ്റെ കൂടെ കഴിക്കണം എന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ക്യാപ്സിക്കം നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്യണം. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, പക്ഷെ ക്യൂബായിട്ട് ഒരുപാട് വലുതായി കട്ട് ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ക്യൂബായി കട്ട് ചെയ്തിട്ട് ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്. ക്യാപ്സിക്കം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. ക്യാപ്സിക്കം എടുക്കണം. 2 ക്യാപ്സിക്കം യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ക്യാപ്സിക്കം എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാൻ, കുറച്ച് ചെറുതായി കട്ട് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തതിനു ശേഷം ക്യാപ്സിക്കം 5 തരം ക്യാപ്സിക്കം ഉണ്ട് കളേഴ്സിൽ. റെഡ്, യെല്ലോ, വയലറ്റ്, നമ്മുടെ കോമൺ ആയിട്ടുള്ള ഗ്രീൻ ആൻഡ് ഓറഞ്ച്. നൗ വി ആർ ഓൺ ടു കുക്കിംഗ് സ്റ്റേജ്. നമുക്ക് ആരംഭിക്കാം. സ്റ്റൗ കത്തിച്ചു. എണ്ണ ഒഴിക്കണം. ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, ഏത് ഓയിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിടുന്ന പെരുംജീരകമാണ്. പെരുംജീരകമല്ല, ചെറുജീരകം. ചെറുജീരകം ഇടണം. എണ്ണ ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ജീരകം ഇടുന്നു. ജീരകം ഇട്ടിട്ട് നന്നായിട്ട് എണ്ണയിൽ സോട്ടാവും. നമ്മുടെ ജീരകം ഒന്ന് പൊരുകി നല്ല മണം വരാൻ തുടങ്ങി. നൗ വി ആർ ആഡിങ് ക്യാപ്സിക്കം. ആഡ് ചെയ്തിട്ട് ഒന്ന് ക്യാപ്സിക്കം ജീരകവും കൂടെ നന്നായിട്ടൊന്ന് വാടണം. മീൻ ടൈം വി ഹാവ് ടു ആഡ് സോൾട്ട് ആൻഡ് മഞ്ഞപ്പൊടി. സോ വി ആർ ഗോയിങ് ടു ആഡ് മഞ്ഞപ്പൊടി, എ ലിറ്റിൽ ബിറ്റ് ഓഫ് മഞ്ഞപ്പൊടി. നെക്സ്റ്റ് സോൾട്ട്. സോൾട്ട് നമുക്ക് ആവശ്യത്തിന് സോൾട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ പാലക്കാടൻ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചുങ്ങണം, അതായത് ഒന്ന് ചുരുങ്ങണം. അങ്ങനെ ആവുന്നത് വരയ്ക്കും ഒന്ന് സോട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഡ് വെച്ച് അടച്ചു വയ്ക്കാം. ഒന്ന് സെറ്റാവട്ടെ. ഒരു ഡിഷ് എനിക്ക് പരിചയപ്പെടുത്തുന്നത് ആലോചിച്ച എൻ്റെ ഭാര്യ തന്നെയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു സംഭവം നമ്മൾ ഉണ്ടാക്കി തന്നതും കഴിച്ചതും എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പം നമ്മൾ റെഗുലറായിട്ടൊരു 10 days കൂടുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസം എന്തായാലും ഇത് ഒന്നോ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് റൈസിൻ്റെ കൂടെയോ ഇത് നിർബന്ധമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്, ഫണ്ണി ടു ഈറ്റ്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. നമ്മളതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. മാറ്റിയതിന് ശേഷം
അടുത്ത് ചെയ്യേണ്ടത് നല്ല കട്ടി തൈര്, ഒരുപാട് പുളിപ്പുണ്ടാവരുത് തൈര്, പുളിപ്പുണ്ടാവരുത്, പുളിക്കാത്ത തൈര് നമ്മളതിലേക്ക് ആഡ് ചെയ്യണം. മതി. തൈരിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്താം, പക്ഷേ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. പിന്നെ ജീരകം നമ്മൾ ചേർത്തതും മഞ്ഞപ്പൊടി ചേർത്തതൊക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു കളറായിരിക്കണം വേണ്ടത്. ഈ ഒരു കളർ വരുന്ന ഇതിൽ കുറച്ചുകൂടെ നമുക്ക് തൈര് ചേർത്താം. കുറച്ചുകൂടെ തൈര് ചേർത്താം മതി. ഇതാണ് ക്യാപ്സിക്കം വിത്ത് കേർഡ്. ഇറ്റ്സ് വെരി ഗുഡ്, ഇറ്റ്സ് വെരി ഫണ്ണി. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ക്യാപ്സിക്കം ഒന്ന് ചുരുങ്ങണം, ഒന്ന് വതക്കിയെടുക്കുമ്പോൾ ഒന്ന് നന്നായി ചുരുങ്ങണം. ഇപ്പോൾ ഇറ്റ്സ് റെഡി ടു സെർവ്. ഓക്കെ, താങ്ക് യു.